പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയും നന്ദുവും തമ്മിൽ പരസ്പരം കാണുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെ അവന്തിക കാണുന്നുണ്ട്. അങ്ങനെ അവന്തിക ഇവരെ ഇങ്ങനെ വിട്ടാൽ പിന്നെ എനിക്ക് അനിയേട്ടനെ കിട്ടത്തില്ല, അച്ഛൻ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് അവസാനം അനിയോട് തൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അനിയെ വിളിച്ച് വരുത്തുകയും എനിക്ക് നവീനേട്ടൻ നഷ്ടപ്പെട്ടതിൽ വളരെയധികം സങ്കടമുണ്ട്, പക്ഷേ അയാളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വിവാഹം നടക്കണം, അവനേക്കാൾ നല്ലൊരു പയ്യനെ തന്നെ എനിക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ അനിയോട് തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ അത് നിനക്ക് വേണ്ടിയിട്ട് നേടിത്തരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഇവിടെ നേടിത്തടയേണ്ട കാര്യമൊന്നുമില്ല, അയാൾ തന്നെ മനസ്സ് വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ എൻ്റെ മുന്നിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്, അതെ അത് മറ്റാരുമല്ല അനിയേട്ടൻ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു അവന്തികയുടെ വായിൽ നിന്ന് ഈ ഒരു കാര്യം കേട്ടപ്പോൾ അനിയാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നീ എന്താ ഈ പറയുന്നത് മോളെ, നിന്നെ ആ ഒരു കണ്ണുകൊണ്ട് എനിക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല, നീ എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ, നീ ഇങ്ങനെയുള്ള വിചാരങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കരുത്, ഇത് അങ്ങനെ കടന്ന് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട് അനിയേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലായി, ഇപ്പോഴും അനിയേട്ടൻ അവളെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയാണല്ലേ, അനിയേട്ടൻ ഈ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നന്ദുവുമായിട്ട് അനിയേട്ടൻ ഇപ്പോഴും അടുപ്പമുണ്ടെന്നുള്ളത് എല്ലാവരോടും പറയും, അത് ഞാൻ കണ്ട കാര്യമാണ്, നിങ്ങൾ ഈ അടുത്തിടെയും ഇന്നും സംസാരിച്ചത് ഞാൻ കണ്ടു, ഞാനത് മുത്തശ്ശനോട് ഞാൻ പറയും, എല്ലാവരോടും ഞാൻ പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളല്ല, അപ്പോൾ പിന്നെ ഞങ്ങൾ കാണാതിരിക്കുകയും സംസാരിക്കുകയൊന്നും ചെയ്യാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു സൗഹൃദമൊന്നുമല്ല, പക്ഷേ അനിയേട്ടൻ എന്ത് തന്നെ പറഞ്ഞാലും അനിയേട്ടനെ എനിക്ക് മറക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ വിവാഹമുണ്ടെങ്കിൽ അത് അനിയേട്ടനെ മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് മുത്തശ്ശനോടും എല്ലാവരോടും പറയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരോടും തൻ്റെ ഇഷ്ടം പറയും എന്നുള്ളത്, അനിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് അവന്തിക പറയാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ അനി വളരെ ടെൻഷനായിരിക്കുകയാണ്. കാരണം എല്ലാവരും ഇതിന് സമ്മതിക്കുകയേ ചെയ്യത്തുള്ളൂ, പ്രത്യേകിച്ച് നന്ദുവിൻ്റെ അമ്മ കല്യാണത്തിന് സമ്മതിക്കാത്തതിൽ അതെന്തായാലും നടക്കുകയില്ല, ഇവളെ പിടിച്ച് എൻ്റെ തലയിലാക്കുക എന്നുള്ളൊരു ഭയം അനിയുടെ മനസ്സിലോട്ട് വരികയാണ്. അങ്ങനെ അവന്തിക നേരെ പോകുന്നത് നയനയുടെയും ആദർശിൻ്റെയും അടുത്തോട്ടാണ്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ട്, കാരണം നന്ദുവുമായിട്ടുള്ള വിവാഹം ഒരിക്കലും നടത്താൻ തൻ്റെ അമ്മ സമ്മതിക്കില്ല എന്നുള്ളത് നയന അവന്തികയോട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞപ്പോഴും അനിയേട്ടൻ്റെ മനസ്സിൽ നന്ദുവാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അത് സാരമാക്കേണ്ട മോളെ, അത് ഒരിക്കലും നടക്കത്തില്ല, അതിനെക്കൊണ്ട് മോൾ ആഗ്രഹിച്ച പോലെ തന്നെയുള്ളൊരു വിവാഹം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് ആദർശം അവിടെ അവന്തികയോട് പറയുകയാണ്. അവന്തികയ്ക്ക് വാക്ക് കൊടുക്കുന്നത് പോലെയാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സംസാരിക്കുന്നതാണ്. അവിടെയും അവന്തികയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം നവീനുമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു, പക്ഷേ ആ പയ്യന് താല്പര്യമില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നവീന് വിവാഹം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷാദവും ഒക്കെ ആയിരുന്നു, പക്ഷേ ഈയിടെയായിട്ട് കുറച്ച് തെളിച്ചമൊക്കെ ഉണ്ട്, അതിന് കാരണം എന്താണെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ാണ് അവന്തിക അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവന്തിക തൻ്റെ ആ ഒരു നവീനേട്ടനുമായിട്ടുള്ള വിവാഹം നടക്കാതിരുന്നതിൽ വളരെ സങ്കടമുണ്ട്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തി തന്നാൽ മുത്തശ്ശിയും വിവാഹം നടത്തി തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്ത് ചോദ്യമാണ് മോളെ, അത് പിന്നെ നടത്തി തരാതിരിക്കുമോ, മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മോൾക്ക് വിവാഹം നടത്തിത്തരും, ആരാണെങ്കിലും മോൾ തുറന്ന് പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട് മുത്തശ്ശ, എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാനൊന്നും തോന്നുന്നില്ല, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അത് ശരി, വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഈ വീട്ടിൽ നിന്ന് പോകാനും മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുക മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മുത്തശ്ശനും മുത്തശ്ശിയും വിചാരിച്ചാൽ നടക്കും, കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ എൻ്റെ മുറച്ചെറുക്കനാണ് എന്ന് പറയുകയാണ്. അപ്പം മുത്തശ്ശിക്ക് കാര്യം പിടികിട്ടുകയാണ്, മുത്തശ്ശി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട് അതെ, അത് മറ്റാരുമല്ല അനിയേട്ടനാണ്, അനിയേട്ടനെ എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, നവീനേട്ടനേക്കാളും ഏറ്റവും നല്ല ഒരാൾ തന്നെയാണ് അനിയേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മുത്തശ്ശനും സന്തോഷമാവുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആഹാ, ഇങ്ങനെ ഒരു ആഗ്രഹം മോളുടെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ തുറന്ന് പറയാമായിരുന്നല്ലോ, ഞങ്ങൾക്കൊക്കെ 100 വട്ടം സമ്മതമാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ അവന്തികയോട് പറയുകയാണ്.
അങ്ങനെ മുത്തശ്ശൻ അവന്തികയോട് പറയുന്നുണ്ട്, എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ അനിയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ, അനിയേട്ടനോട് ഞാൻ സംസാരിച്ചിരുന്നു, പക്ഷേ അനിയേട്ടൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നന്ദു ആണ് അനിയേട്ടൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അവരങ്ങനെ പ്രണയിച്ചതല്ലേ. അപ്പോൾ അത് മനസ്സിൽ നിന്ന് പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം നടത്തിയതിന് ശേഷം പിന്നീട് അനി വന്നതിന് ശേഷം മുത്തശ്ശൻ അനിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് അവന്തിക ഒരു കാര്യമെന്ന് പറഞ്ഞായിരുന്നു, നിന്നോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എന്തായാലും നന്ദുവായിട്ടുള്ള വിവാഹം എന്തായാലും ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല. അവളുടെ അമ്മ സമ്മതിക്കാതെ ഞങ്ങൾ ഒരിക്കലും നടത്തി തരില്ല. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ. നന്ദുവിൻ്റെ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ നടത്തി തരാമെന്നുള്ളതും പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അവന്തികയ്ക്ക് നിന്നോട് വളരെയധികം ഇഷ്ടമാണ്. അത് നല്ല കുട്ടിയാണ്. ജലജാൻറ്റിയുടെ ഒരു സ്വഭാവത്തിൻ്റെ ദോഷവും ആ കുട്ടിക്കില്ല. അതിനെക്കൊണ്ട് നിൻ്റെ ഭാര്യയായി വന്നാൽ അവൾ നല്ല രീതിയിൽ ജീവിക്കും, നിനക്കും ഒരു തണലാകും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അനി വല്ലാതെ ഷോക്കാവുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ എന്തൊക്കെയായി പറയുന്നത്, മുത്തശ്ശനല്ലേ എൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടുള്ളത്, എന്നിട്ട് ആ മുത്തശ്ശൻ തന്നെയാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ നിൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നതും നോക്കി നിൽക്കണം. നിനക്കും വേണ്ട ഒരു ജീവിതം, അവന്തികയ്ക്കും വേണ്ട ഒരു ജീവിതം. അത് ഇങ്ങനെയാണെങ്കിൽ, ഈശ്വരന്മാർ തീരുമാനിച്ചത് ഇങ്ങനെയാണെങ്കിൽ അത് നടക്കണം. അത് നടക്കല്ലേ നല്ലത്. അതിനെക്കൊണ്ട് നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയായിരിക്കണം. ആ കുട്ടിയെ സങ്കടപ്പെടുത്താൻ എന്തായാലും പാടില്ല എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്.